Hi friends, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാലിക്കാരുടെ പോർക്ക് ഫ്രൈ ആണ്. അങ്കമാലി പോർക്ക് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടുത്തെ കല്യാണങ്ങളായാലും പെരുന്നാളായാലും എന്ത് പരിപാടിയാണെങ്കിലും ഇത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗളിൽ 500 ഗ്രാം പോർക്ക് ഇറച്ചി എടുക്കുക. ഞാനിവിടെ കഴുകി വെടുപ്പാക്കി എടുത്ത ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചിയാണ്. ഇനി മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. ഒപ്പം 6 ചതച്ച ചുവന്നുള്ളി, 2 ഇഞ്ച് വലിപ്പമുള്ള ചതച്ച ഇഞ്ചി, 8 വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത്, 8-10 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. 30 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ പോർക്കിറച്ചി എടുത്ത് ഒരു പാനിലേക്ക് ഇടുക. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. നന്നായി ഇളക്കുക. എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ വേവിക്കുമ്പോൾ പോർക്കിൻ്റെ നെയ്യ് ഉരുകി വരും. അതിൽ കിടന്ന് തന്നെ പോർക്ക് വെന്തോളും. മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 8-10 മിനിറ്റ് വേവിക്കുക. ഇനി മൂടി തുറക്കാം. കണ്ടോ, കുറേ നെയ്യ് ഇറച്ചിയിൽ നിന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇറച്ചി കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. പോർക്കിൻ്റെ നെയ്യിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിളക്കി 1 മിനിറ്റ് വഴറ്റുക. ഇനി അതിലേക്ക് 1.5 സവോള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. ഒപ്പം 2 അരിഞ്ഞ പച്ചമുളകും 7-8 കറിവേപ്പിലയും ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി മീഡിയം തീയിൽ 4-5 മിനിറ്റ് ചൂടാക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കുക. രണ്ട് മിനിറ്റ് മീഡിയം തീയിൽ ചൂടാക്കുക. ഇനി നേരത്തെ വേവിച്ച പോർക്ക് ഇതിലേക്ക് ഇടുക. നന്നായി ഇളക്കുക. 4-5 മിനിറ്റ് മീഡിയം തീയിൽ ചൂടാക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ആവശ്യമില്ലാത്ത വെള്ളം വറ്റിച്ചെടുക്കുക. തീ ഓഫ് ചെയ്യാം. നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ പോർക്ക് ഫ്രൈ റെഡി. പോർക്ക് ഇറച്ചി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.